ഈ പടി കയറുതെന്ന് അശ്രീകരം. ഞാൻ വന്നതല്ല, തിരുമേനി വരുത്തിയതാണ്. എന്റെ മോനെ പള്ളിക്കുടുത്തി കയറ്റാൻ പാടില്ലെന്ന് തിരുമേനി പറഞ്ഞോ? അതെ, ഞാൻ പറഞ്ഞു. പഠിക്കാൻ പോകുന്ന നേരത്തെ കണ്ടത്തിലിറങ്ങി 4 കട്ട കുത്താൻ. ഇവിടുത്തെ കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കേ. ശിവ ശിവ, അതിലെന്ത് യോഗ്യതയാണുള്ളത്? യോഗ്യത ഞാൻ പറയണോ? എന്താ പറയാൻ? ഇവനും ഇവിടുത്തെ കുട്ടി തന്നെ, തിരുമേനിയുടെ കുട്ടി തന്നെ. അല്ലാന്ന് എന്റെ മുഖത്ത് നോക്കി പറയാൻ തിരുമേനിക്ക് ധൈര്യമുണ്ടോ? സത്തെ, നിന്നെ ഞാൻ വേണ്ട. നിന്നെ തൊട്ടാൽ ശുദ്ധാവാൻ 100 കുടി കുടിക്കേണ്ടി വരും. 10 പേര് കാണാ തൊട്ടാലേ കുളിക്കേണ്ടതുള്ളൂ തിരുമേനി. കേട്ടോ രാമാ, കാലം പോയ പോക്കെ. അപ്പം തിരുമേനി ഉണ്ടായിരുന്ന കാലത്ത് രാത്രി അത്താഴൂണും കഴിഞ്ഞാണ് സംബന്ധത്തിന് പോകാൻ പറഞ്ഞത്. അല്ല, സംബന്ധത്തിന് പോക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ അത് സന്ധ്യയ്ക്കായി മാറ്റുന്നേ ഉള്ളൂ. ആരാതെ ഈ ജാതിയാണെങ്കിൽ വഴിമാറി നിൽക്കൂ. മോൻ അങ്ങോട്ട് കടന്നു നോക്കോട്ടെ. ശംഭു, ആ കുഞ്ഞിയുടെ മോൻ ഇങ്ങോട്ട് വന്നോ? വടക്കോട്ട് ഓടുന്നത് കണ്ടു. എന്താ കാര്യം? എന്താ കാര്യം? നാളെ അവളുടെ മോന്റെ ശവം കാണുമ്പോ അറിയാം. പറ. നടന്നത് നടന്നു. നീ ഇനി ഇവിടെ നിൽക്കണ്ട മോനെ. എന്നാൽ നിന്റെ ബാക്കി ഉണ്ടാവില്ല. കിഴക്ക് വെള്ളി കയറുന്നതിന് മുമ്പേ എന്റെ മോൻ എങ്ങനെയും രക്ഷപ്പെട്ടോ. എന്താ നിങ്ങൾ അറിഞ്ഞോ? കുഞ്ഞിയുടെ പരിക്ക് തിരുമേനി ആൾക്കാർ തീ വെച്ചു. ഇത് കയ്യിൽ വെച്ചോ. ഇതും കൂടി ആരും കാണാതെ എങ്ങനെയെങ്കിലും ഇവിടുത്തെ പോണം. എന്റെ അമ്മ. ഇപ്പൊ ഇത്രയൊക്കെ ഉള്ളു മോനെ. പഴയ കാലത്തൊക്കെ കുഞ്ഞിയുടെ മോന് ഇത് തന്നെ വലിയ സദ്യ അമ്മേ. അതൊക്കെ പണ്ട്. ഇപ്പൊ നീ വലിയ പ്രഭുവല്ലേ. ഞാൻ ഇപ്പോഴും പഴയ ശംഭു തന്നെ. അന്ന് ഞാനും നിന്റെ കൂടെ വന്നിരുന്നെങ്കിൽ. ഓരോരുത്തർക്ക് ഓരോന്ന് വിധിച്ചിട്ടുണ്ട് മോനെ. വെറുതെ എന്തിനാ വിധിയെ പഠിക്കുന്നത്? അച്ഛൻ ഭാഗവതരായിരുന്നു. അതുകൊണ്ട് 4 ലക്ഷം പഠിക്കുന്നതിന് പകരം സംഗീതം പഠിപ്പിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ വച്ചിട്ട് പോയ ആ തമ്പുര് മാത്രം ഇന്ന് ബാക്കിയുണ്ട്. അത് വിറ്റാൽ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക പോലും കിട്ടില്ല. അതിനെന്താ, ദൈവാനുഗ്രഹം കൊണ്ട് ഒക്കെ നല്ലൊരു ശബ്ദം കിട്ടിയിട്ടുണ്ടല്ലോ. പണ്ടത്തെ പോലെ കച്ചേരിയോടുള്ള കമ്പൊന്നും ഇന്ന് ആർക്കുമില്ല. പിന്നെ പാടാൻ അറിയാമെങ്കിൽ വല്ല കുളക്കടവിലോ പാടത്തോ പോയി പാടിയിട്ടുണ്ട കാര്യം. നീ വിഷമിക്കാതെ, നീ എന്റെ കൂടെ വാ. നിന്നെ ഞാൻ ഒരു വലിയ പാട്ടുകാരനാക്കും. ഈ വീട്ടിനുള്ള കടപ്പാടുകൾ എനിക്ക് മറക്കാനാവില്ല. കുറച്ചുകൂടി ചോറ് വിളമ്പട്ടെ മോനെ? വേണ്ടമേ, വയറ് ഡമ്മായി. ഇവരാണ് ജപ്തി നോട്ടീസ് അയച്ചിരിക്കുന്നത്. 3 ദിവസത്തിനകം പണം കൊടുത്തില്ലെങ്കിൽ അപ്പം തിരുമേനിയെ തറവാട്ടിൽ നിറക്കി വിടും. എല്ലാം കൂടെ കടം എന്തുവരും? 30,000 രൂപ ഇപ്പൊ കൊടുത്താൽ തൽക്കാലം രക്ഷപ്പെടാം. ഈ രാമൻ നായര് അവിടുത്തെ കഷ്ടപ്പാട് കണ്ടപ്പോ കിട്ടുന്ന വിലയ്ക്ക് തറവാട് വിറ്റ് കാര്യം നടത്താൻ ഞാൻ തിരുമേനിയെ സമ്മതിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാനാ, തൊട്ടും തീണ്ടിയും ജീവിച്ചിട്ടില്ലാത്തവരാ. അതൊക്കെ പണ്ടല്ലേ രാമൻ നായരെ. ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടാൻ പറ്റുമോ? ഇതാ 30,000 രൂപയുണ്ട്. ബാക്കി ഞാൻ വീട് കണ്ടിട്ട് പറയാം. എനിക്കും കാര്യമായിട്ടെങ്കിലും തരണം. വൈകിട്ട് അവിടെ വരുമ്പം രാമനാർ കാര്യമായിട്ട് എന്തെങ്കിലും തരാം. അവിടെ കാണണം. കാര്യമായിട്ട് തരുന്ന അറിയാം, എന്നാലും ഒന്ന് ഓർമ്മിച്ചേ ഉള്ളൂ. ഞാൻ വരട്ടെ.
പണ്ട് ചെയ്തതിന്റെ ഒക്കെ ഫലം ഇപ്പൊ അനുഭവിക്കുക. പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. തിരുമേനി അകത്തുണ്ട്. തൊട്ടും തീണ്ടിയും ജീവിച്ചിട്ടില്ലാത്തൊരാകുമ്പം ആരും ഈ ഉമ്മറത്ത് ചെരുപ്പിട്ട് കയറിയിട്ടുണ്ടാവില്ല അല്ലേ? ഞാനിപ്പോഴും കയറാറില്ല. ഈ കസേരയിൽ ഇരുന്നായിരിക്കും പ്രജകളെ ശിക്ഷിക്കാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചിരുന്നല്ലേ? എന്നാൽ ഇന്ന് ഈ കസേരയിൽ ഞാനിരിക്കുന്നു. തനിക്ക് എന്നെ മനസ്സിലായോ? ഇല്ല. ശരി, പറഞ്ഞുതരാം. തനിക്ക് വാ. എന്നെ അറിയില്ല അല്ലടാ പട്ടി. 15 വർഷം മുമ്പ് ഈടത്ത് താൻ അടിച്ചു വീഴ്ത്തിയ പിന്നീട് ചുട്ടുവന്ന കുഞ്ഞെന്ന സ്ത്രീ തനിക്ക് ഓർമ്മയുണ്ടോ? അന്ന് എന്റെ കാല് പിടിച്ച് എന്നെ തല്ലല്ലെന്ന് പറഞ്ഞോ ആ സ്ത്രീയുടെ മകനെ ഓർമ്മയുണ്ടോ? ശംഭു, ഞാനാണ് അവരുടെ മകൻ. അന്ന് എന്റെ കുടിലിൽ കിടന്ന് എന്റെ അമ്മ കത്തിച്ചാരാവെന്ന് കണ്ട് നീയും നിന്റെ തിരുമേനിയും ആ തട്ടഹസിച്ചു. ഇന്ന് രാത്രി ഈ വീട് കത്തിക്കാളുന്ന കണ്ട് ഞാൻ അട്ടഹസിച്ചിരിക്കും. മോനെ, തന്തയില്ലാത്തവനെന്ന് പണ്ട് നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്നെ മോനെന്ന് വിളിക്കണ്ട. കുട്ടി, ഞാനെല്ലാം കേട്ടു. വേണ്ട, തൊടണ്ട. കീഴാതെയല്ലേ, തൊട്ടാ കുളിക്കേണ്ടി വരും. ശവത്തി കുത്തരുത് കുട്ടി. എനിക്ക് പണം വേണ്ട. ഈ തറവാട് നിന്റെയാണ്. നീ ഇത് കത്തിക്കേ എന്ത് വേണേ ചെയ്തോളൂ. പക്ഷെ ഈ മഹാഭാവിക്ക് ഒരു ഉപകാരം ചെയ്യണം. എന്നെ കൂടി ഇതിലിട്ട് നീ അതിന് തീ കൊളുത്തണം. പണ്ട് കുഞ്ഞിയെ ഞാൻ കൊന്നതുപോലെ. ചെയ്യാമെന്ന് പറയൂ കുട്ടി. നീ ഇത് ചെയ്യില്ലാച്ചാൽ മരിച്ചാലും എന്റെ ആത്മാവിന് ശാന്തി ഉണ്ടാവില്ല. ശാന്തി ഉണ്ടാവില്ല. ശാന്തി ഉണ്ടാവില്ല.